ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച അതേ മെറ്റീരിയലാണ് നമ്മൾ നൈറ്റി ബിറ്റ്. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു പാനൽ കുർത്തിയാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഒരുപാട് വീതിയില്ലാത്ത തുണിയാണ് ആയിരിക്കുമല്ലോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, നമുക്ക് ഔട്ട്കം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ചീത്ത ഭാഗം പുറത്ത് കാണുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് മടക്കിയിരിക്കുന്നതാണ്, കാരണം നമുക്ക് പരമാവധി വിടുത്ത് വേണമല്ലോ. പിന്നെ നമ്മുടെ ഇത് നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് നമുക്ക് വിചാരിച്ച അത്രയൊന്നും കിട്ടില്ല, പക്ഷേ എന്നാൽ നമുക്ക് മാക്സിമം കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ചെയ്യുന്നത് ഒരു 4 ഇഞ്ച് വിടത്തിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഒരു 17 ഇഞ്ച് വരെ ആണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ സെയിം വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ 6 പാനൽ കുർത്തി പിന്നെ വി കോളർ നെക്കൊക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇട്ടിരുന്നപ്പം കുറേ ആളുകൾ ചോദിച്ചു ഇതെങ്ങനെയാണ് കട്ടിങ് എങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പോൾ കോളറിൻ്റെ ചെയ്യുമ്പം അവർക്ക് ചുരിദാറിൻ്റെ കട്ടിങ് എങ്ങനെയാണ് സംശയം വരുന്നത്. പിന്നെ ചുരിദാറിൻ്റെ കട്ടിങ് ചെയ്യുമ്പം നമുക്ക് കോളർ എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മൊത്തമായിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. 4 ഇഞ്ച് വിടത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഒരു 17 ഇഞ്ച് വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ BP ടു BP ഉണ്ട്, നമ്മുടെ ബസ് പോയിന്റ് തമ്മിലുള്ള ഒരു അകലം. അപ്പോൾ ഒരു മീഡിയം ലാർജ് സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ഒരു സ്മോൾ സൈസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു 3.5 ഒക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 ഇഞ്ച് പിന്നെ വേണമെങ്കിൽ നമുക്ക് തയ്യൽത്തുമ്പം കൂടി കാണിക്കാം. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ 4.4 എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 4.4 ഞാൻ എടുക്കുന്നുണ്ട്. ഇവിടെ വരെയാണ് 17 ഇഞ്ച് വരുന്നത് കേട്ടോ. അപ്പോൾ 17 ഇഞ്ചിൻ്റെ അവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ച് കൊടുക്കാം ഇതുപോലെ. പിന്നെ നമ്മുടെ 4.4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് താഴോട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ താഴോട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം വിട്ടില്ല കണ്ടോ, ഇത്രയും വിടുത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എത്രയാണോ നമുക്ക് ഇപ്പോൾ ടോട്ടൽ ഈ ഒരു അറ്റം മുതൽ പിന്നെ ഈ ഒരു അറ്റം വരെ നമുക്ക് ടോട്ടൽ ഉണ്ടല്ലോ, അതിൻ്റെ കറക്റ്റ് നടുവിലാണ് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ഈ കറക്റ്റ് നടുവിലായിട്ടുള്ള എത്രയാണ് നമ്മൾ നോക്കുക. എന്നിട്ട് അവിടെ നമ്മളൊരു മാർക്കിങ് കൊടുക്കുക. ഇതാണ് നമ്മൾ താഴ്ഭാഗം വരുന്നത്. അപ്പോൾ ഞാനിവിടെ മൊത്തം എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമുക്ക് ഇവിടെ 17 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാഫാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇതുപോലെ ടേപ്പ് ഇതുപോലെ മടക്കി കൊടുക്കുക. നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടും. അപ്പോൾ സെൻറ്ററിന് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ മാർക്കിങ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 17 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങോട്ട് നമ്മളൊന്ന് ചെരിച്ചിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ 17 ഇഞ്ചിൻ്റെ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഹാഫ് പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റിലോട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലൂടെ നമ്മൾ കട്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴെ കുറച്ച് ഭാഗം ഇച്ചിരി 1 ഇഞ്ചോളം നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത്. കാരണം കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ നമ്മളിത് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ലെങ്ത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ. അപ്പോൾ അതൊന്ന് ശരിക്കും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു എക്സ്ട്രാ ഒരു 1 ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത് പാനൽ കട്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ ഇതിൻ്റെ കണ്ടോ ഇവിടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ്, പിന്നെ ഇപ്പുറത്ത് ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വേണം നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. ഈ ഒരു നമ്മുടെ ഈ പീസ് ഉണ്ട് ഇതിനായിട്ട് ജോയിൻ ചെയ്യുന്ന ഈ ഒരു പാർട്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് കൂടുതൽ വിടുത്ത് നമുക്ക് താഴെയാണല്ലോ വേണ്ടത്, അതുകൊണ്ട് നമുക്ക് ഈ വിടുത്ത് കൂടുതലുള്ള ഭാഗം നമുക്ക് താഴോട്ട് വരണം. അപ്പോൾ അത് ആദ്യം നമ്മൾ ഇതുപോലെ താഴോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. കണ്ടോ ഇപ്പം ഇങ്ങനെ വന്നു, ഇതുപോലെ വന്നു. പിന്നെ നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗവും നമുക്ക് ഇപ്പുറത്തേക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിതിപ്പോൾ നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കണ്ടോ ഇങ്ങനെ തേര് വശം പിന്നെ നമ്പറല്ല ഇതിൻ്റെ പേരൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് അത് കാണാത്ത രീതിയിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട്. ഞാനപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പേര് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് കേട്ടോ. അടുത്തിട്ട് നമുക്ക് മാർക്കിങ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒരു അര ഇഞ്ച് വേണം, ഒരു 4 ഇഞ്ച് മതി. കാരണം നമുക്ക് നൈറ്റി ബിറ്റാണ്, അധികം വിടുത്തില്ല. അപ്പോൾ നമ്മളൊരു 4 ഇഞ്ച് കയറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു 4 ഇഞ്ച് കയറ്റിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് മാർക്കിങ് ചെയ്യുന്നതിനേക്കാളും മുമ്പാണ് ഇത് ചെയ്യുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മളൊരു 4 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ, കയറ്റി വെച്ച് കൊടുക്കുകയാണ്.
ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 1 ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് മാർക്കിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മാർക്കിങ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിന് നമ്മൾ കൊടുക്കുന്നത് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം കേട്ടോ, ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ അതാ ഷോൾഡർ വരുമ്പോൾ 6.5 ഞാൻ സാധാരണ എടുക്കാറ്. അപ്പോൾ നമ്മളൊരു 7 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. ഇവിടെ നമുക്ക് പിന്നെ വെച്ച് കൊടുക്കാം കേട്ടോ, ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ നമ്മൾ ആം ഹോൾ നമ്മൾ എടുക്കുന്നത് ഒരു 6.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അടുത്തത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെസ്റ്റ് വരുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. 10 ഇഞ്ച് ചെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീം അലവൻസ് ഒരു 2 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഒരു ബോക്സ് ആയിട്ട് വരും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ 17 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ 9.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സീം അലവൻസ് വേണം 2 ഇഞ്ച്. അപ്പോൾ അതൊരു 2 ഇഞ്ച് കൂടെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. പിന്നെ ഇതിൽ ഒരു വേണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടി എടുക്കാം കേട്ടോ. കാരണം നമുക്ക് ഓൾറെഡി ഇവിടെ ജോയിനിങ് വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കാം. പക്ഷേ ഓൾറെഡി ഞാൻ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ചായാലും മതി, കുഴപ്പമില്ല. നമുക്കത് 1.5 ഇഞ്ചായാലും നമുക്ക് ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് തന്നെ എടുക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് നമുക്കൊരു 43 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 43 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു 43 ഇഞ്ച് തന്നെയാണ് കേട്ടോ വരുന്നത്, കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇവിടെ നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബാക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 1.5 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ എല്ലായിടത്തും ചെയ്യുന്ന പോലെ, സാധാരണ നമ്മളെല്ലാ ചുരിദാറും ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മളതിൻ്റെ ഒരു ഹാഫ് എടുക്കണം. ഹാഫ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ സാധാരണ ബാക്കിന് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ടിന് നമ്മൾ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇപ്പുറത്തേക്ക് ഫ്രണ്ടിലോട്ട് എടുക്കുക കേട്ടോ. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് എടുക്കുക. 1/2 ഇഞ്ച് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് നമ്മൾ ആ ഒരു പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതുപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പോയിന്റ് ഉണ്ടല്ലോ ഇവിടുത്തെ, ഇത് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ ഈ കോർണർ ഉണ്ടല്ലോ, ഈ കോർണറിൽ നിന്ന് നമ്മളൊരു 1 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റും ഇവിടുത്തെ പോയിന്റും ഈ പോയിന്റ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളൊരു കർവ് പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്, ഇത് ബാക്ക്, ഇത് ഫ്രണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെസ്റ്റിൻ്റെയും പിന്നെ വേസ്റ്റിൻ്റെയും ഒക്കെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്നാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇതുപോലെയാണ് മാർക്ക് ചെയ്യുന്നത് കണ്ടോ. ഇവിടുന്ന് നമ്മൾ നേരത്തെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജോയിനിങ് ആണ്. അപ്പോൾ നമുക്കപ്പോൾ 6 പാനൽസാണ് കിട്ടിയിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ 6 പാനൽസ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമുക്ക് 2 പീസ് വരുന്നുണ്ട് കേട്ടോ. സെയിം പീസ് നമുക്ക് 2 വരുന്നുണ്ട്, ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്ന് ബാക്കിലോട്ടും കണ്ടോ. ഇതുപോലെ 2 പീസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ വരുന്നതിൽ നമുക്ക്
ഇങ്ങനെ 4 പാർട്സ് വരുന്നുണ്ട്. 4 പാർട്സിൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ 2 പാർട്സാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന്, അതുപോലെ തന്നെ ഇത് ഒന്ന്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ആം ഹോളുണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഫ്രണ്ടിലോട്ട് എടുക്കുന്നു, പിന്നെ ഇത് രണ്ടും നമ്മൾ ബാക്കിലോട്ട് എടുക്കുന്നു ഇതുപോലെ. അപ്പോൾ നമുക്ക് ഫ്രണ്ടും കൂടി ഒന്ന് കുഴിച്ച് വെട്ടാനുണ്ട്, ഫ്രണ്ടിലോട്ടുള്ളതും കൂടി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മൊത്തത്തിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ അതേ നമ്മൾ ഫ്രണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ബാക്കിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടിലത്തെ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ 2 പീസ് വരുന്നുണ്ട് കേട്ടോ. ഈ 2 പീസിൽ നമ്മൾ ഒരു പീസ് ലെഫ്റ്റ് സൈഡിലും മറ്റേ പീസ് റൈറ്റ് സൈഡിലും കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് പാർട്ടും ഈ കർവ്ഡ് പാർട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതും നമ്മുടെ സൈഡിൽ വരുന്ന പീസാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഡിസൈൻ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇങ്ങോട്ട് താഴോട്ടും ഉണ്ട്, അതുപോലെ മുകളിലോട്ടും വരുന്നുണ്ട് ഡിസൈൻ. അപ്പോൾ നമുക്ക് ഡിസൈനിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. ഓക്കെ, ഇനി നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡൊക്കെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫ്രണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം, ബാക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തത് ഫ്രണ്ടിൻ്റെ കറക്റ്റായിട്ട് വെക്കാൻ ശ്രമിക്കണം, ബാക്കിൽ തന്നെ വെക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ബാക്കാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ 2 ജോയിനിങ് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ലൈനിങ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് രണ്ടും കൂടി ഒരുമിച്ചിട്ട് വെക്കണം കേട്ടോ. ലൈനിങ് നമ്മൾ ഇതുപോലെ 4.25 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് 17 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മെയിൻ ഫാബ്രിക്കിന് ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും കേട്ടോ. നമുക്കിത് കട്ട് ചെയ്ത് പോകാനുള്ളതാണ്. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് എത്രയാണോ നമുക്ക് വിഡ്ത്ത് വരുന്നത് അതിൻ്റെ നമ്മൾ ഈ താഴ്ഭാഗം എത്രയാണോ നമുക്ക് വിഡ്ത്ത് വരുന്നത് ആ ഒരു വിഡ്ത്ത് നമ്മൾ ഹാഫ് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹാഫായിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹാഫ് വരുന്ന ഈ ഒരു പോർഷനാണ്. ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ടോട്ടൽ നോക്കുക. അതിന് ശേഷം നമ്മൾ ഹാഫ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 2 പോയിന്റ് തമ്മിൽ നമ്മൾ ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോളം നമുക്കിങ്ങനെ കയറ്റി വെക്കണം കേട്ടോ. കയറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മുകളിലെ ഭാഗം മാത്രം നമുക്ക് മാർക്കിങ് മതി കേട്ടോ. ഈ ഹിപ്പ് വരെ നമ്മുടെ ഈ വേസ്റ്റ് വരെ മതി നമുക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബാക്ക് പോർഷനാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ബാക്കിൻ്റെ ആം ഹോളാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. നെക്ക് നമ്മൾ ചെയ്യുന്നത് വി കോളറാണ്. അപ്പോൾ നമുക്കത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഇതൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രണ്ട് ആം ഹോളും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് അറ്റം നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ടാണ്. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്ക് തന്നെ കട്ട് ചെയ്ത് അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ ക്ലോത്തും നമ്മുടെ ലൈനിങ് ഇതുപോലെ നമ്മൾ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വി കോളറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു മീഡിയം ലാർജ് സൈസിൻ്റെ ആണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 3.5 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്ത് എടുക്കുന്നത്. ഇത് ഫ്രണ്ടാണ് എടുക്കുന്നത്. ഫ്രണ്ടിൻ്റെ 3.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ലെങ്ത്ത് വേണ്ടത് ഞാനൊരു 9.5 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ.
9 എടുക്കാം, 9.5 എടുക്കാം, നമുക്ക് ഇഷ്ടമനുസരിച്ച് എടുക്കാം. അപ്പോൾ 9.5 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ഇത് കൂടുതൽ തോന്നും, പക്ഷെ നമുക്കിത് വീനൊക്കെ അടിച്ച് വരുമ്പോഴേ നമുക്കിത് കയറി വരും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഇഞ്ച്, ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ 1/2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇനി ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾക്ക് ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തോട് നമുക്കൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു നെക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം. നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് അതിന് ശേഷം വേണം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട്. അടുത്ത് നമുക്ക് ബാക്ക് പാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടിൽ നമ്മൾ ജസ്റ്റ് 1/2 ഇഞ്ച് മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് മാത്രം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ലെങ്ത്ത് 3.5 ഇഞ്ചാണ് കേട്ടോ. 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വിഡ്ത്ത് വരുന്നത് കേട്ടോ 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ചും പിന്നെ 1/2 ഇഞ്ചും കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരുപാട് നമുക്ക് ഇറക്കം വേണ്ട, ഒരു 1/2 ഇഞ്ച് മതി. അപ്പോൾ അത് വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാനും. അടുത്തായിട്ട് നമ്മൾ കോളറിന് വേണ്ടിയിട്ട് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് മെഷർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരറ്റത്ത് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളൊരു 2 ഇഞ്ചോളം നമ്മൾ ഇവിടെ എക്സ്ട്രാ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്ത് വരുവാണ്. ഇത് ഒരുപാട് പെർഫെക്ഷൻ വേണ്ട കേട്ടോ, കാരണം നമുക്ക് ഇത് ബാക്കി വരുവാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുക്കുവാണ് കേട്ടോ. ഇവിടെ വരെ എത്തിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടി 2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു 33 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി വന്നൊരു പീസ് കൂടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് ലെങ്ത്ത് വേണ്ടത് 33 ഇഞ്ചാണല്ലോ. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരറ്റം തൊട്ട് ഇങ്ങനെ അളന്നെടുക്കുവാണ്. അപ്പോൾ നമുക്ക് 33 ഇഞ്ച്, ഇത് വരുന്നത് 34 ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ വരുന്നത്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് എടുക്കുവാണ്. നമുക്ക് കൂടുതൽ വന്നാലും ഒന്നും കട്ട് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ വിഡ്ത്താണ് നമ്മൾ നോക്കേണ്ടത്. വിഡ്ത്ത് നോക്കുമ്പം നമുക്കൊരു 1.25 ഇഞ്ചിൻ്റെ കോളറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1.25 ഇഞ്ച് നമ്മൾ മടക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1.25 വരുമ്പോൾ നമുക്ക് 2.5 വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീം അലവൻസ് ഒരു 1/2 ഇഞ്ച് വേണം. അങ്ങനെ 3 ഇഞ്ചാണ് നമുക്ക് ഈ കോളറിൻ്റെ വിഡ്ത്ത് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 3.5 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതേ നമ്മൾ കോളർ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൽ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ മടക്കി കൊടുത്ത് ഞാൻ അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ 2 സൈഡിൽ നമ്മൾ ഇതുപോലെ കട്ടിട്ട് കൊടുക്കണം. ഒരു 1/2 ഇഞ്ചിലാണ് കട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. 2 സൈഡിൽ നമ്മൾ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കട്ടിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ 2 സൈഡിലും, കണ്ടോ. ഓക്കെ, ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് ഇതുപോലെയാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാൻവാസ് വെച്ച് നമ്മുടെ കോളർ ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മൾ നടുവിൽ മടക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പിടിച്ചിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ നീക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ബാക്ക് പാർട്ടിലെത്തും. ബാക്ക് പാർട്ടിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ തിരിച്ചിപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ബാക്ക് പാർട്ടിൻ്റെ അവിടെ നമ്മൾ എത്തില്ല. നമ്മൾ ഇതിപ്പോൾ നമ്മുടെ ഷോൾഡർ ജോയിനിങ് ആണ് വരുന്നത്. ഈ ബാക്ക് പാർട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ജോയിനിങ് ഉണ്ടല്ലോ അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു കട്ട് കൊടുക്കാണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ചെറിയൊരു കട്ട് കൊടുക്കുക കേട്ടോ.
ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് ഇത് വരുന്നത്. ഇതുപോലെയാണ് വരുന്നത് നമ്മുടെ നെക്ക് കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത്, കണ്ടോ? ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി നമ്മളിത് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരെണ്ണം ഇട്ട് കൊടുക്കുക, അതിന് ശേഷം നമ്മൾ മറ്റേത് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ചുളിവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് പിന്നെ ഒന്ന് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്ന ഈ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ 2 ലെയർ, അതായത് നമ്മൾ ലൈനിങ്ങും പിന്നെ മെയിൻ ക്ലോത്തും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കാണാം. എന്നിട്ട് നമ്മളിവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു 4 ഇഞ്ച് കണ്ടല്ലോ, ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെ. ഓക്കെ, നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ. പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്, കണ്ടോ? കറക്റ്റായിട്ട് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ അരികിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ? അരികിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. കോളറിൽ കൊള്ളാത്ത രീതിയിലാണ് കേട്ടോ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഇതുപോലെ സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്, കോളറിൽ കൊള്ളാത്ത രീതിയിൽ കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. 6 പാനൽ കുർത്തി വിത്ത് വി കോളറാണ്. അപ്പോൾ ഇതുപോലെ ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നൈറ്റി ബിറ്റാണ് എടുത്തത്, പക്ഷേ എന്നാലും ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.